ഹായ്. ട്വിൻ ഫ്ലെയിംസ് വീഡിയോസൊക്കെ പോപ്പുലർ ആകുന്നതിന് മുന്നേ ടി എഫ് ജേർണി ഉണ്ടായിരുന്നു. ടി എഫ് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാട് വന്നതിന് ശേഷമല്ലേ നമ്മൾ ട്വിൻ ഫ്ലെയിംസിനെ പറ്റിയും ആ ജേർണിയെ പറ്റിയൊക്കെ അറിഞ്ഞത് തന്നെ. വീഡിയോസൊക്കെ വരുന്നതിന് മുന്നേയും ഈ ഭൂമിയിൽ ട്വിൻ ഫ്ലെയിംസ് ഉണ്ടായിരുന്നു. അന്ന് രണ്ട് വ്യക്തികൾക്കും അറിയില്ല താനൊരു ഡി എഫ് ആണെന്നോ ഡി എം ആണെന്നോ ഇത് ടി എഫ് ജേർണി ആണെന്നോ ഇതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അവർക്കറിയാം, ഇതുവരെയും ആരോടും തോന്നിയിട്ടില്ലാത്ത ശക്തമായൊരു ബന്ധനമാണിതെന്ന്. ഓക്കെ. പിന്നെ ഈ ജേർണിയുടെ സ്റ്റേജസ് എല്ലാം കറക്റ്റ് പാറ്റേണിൽ തന്നെയായിരുന്നു അന്ന് പോയിരുന്നത്. മീറ്റിംഗ് സ്റ്റേജ്, ബബിൾ ഫേസ്, സെപ്പറേഷൻ സ്റ്റേജ്, സറണ്ടർ ഫേസ്, സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റേജ്, യൂണിയൻ, ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെയായിരുന്നു വരുന്നത്. പക്ഷെ അതും അവർക്കറിയില്ല. എല്ലാ സ്റ്റേജസും അവർ എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. അതുപോലെ ഈ ബന്ധനത്തിൽ അകപ്പെട്ട ശേഷം ഡി എഫിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് അയാളോട് ഇത്രയും സ്നേഹം തോന്നുന്നത്? മറ്റാരോടും എനിക്കിങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്തിനാ ഇത്രയും സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയത്? ഇനി എന്നെ ചതിച്ചതാണോ? എന്തുകൊണ്ടാണ് എനിക്ക് അയാളെ മറക്കാൻ സാധിക്കാത്തത്? ഇത്രയൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടും എനിക്ക് അയാളെ വെറുക്കാനേ കഴിയുന്നില്ലല്ലോ, എക്സെട്ര എക്സെട്ര. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു ഡി എഫിന്. ഒരു ഡി എഫിൻ്റെ സംശയങ്ങൾ ഒരിക്കലും തീരുന്നില്ലല്ലേ, നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഈ കാലഘട്ടത്തിലാണ് ഡി എഫിന് ഈ ഡൗട്ട്സൊക്കെ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? ഉടനെ സെർച്ച് ചെയ്യും അല്ലേ. മുൻപ് ഇങ്ങനെ സെർച്ച് ചെയ്യാനായിട്ട് ഒരു സാഹചര്യവും ഇല്ലായിരുന്നല്ലോ. പക്ഷേ ആ ഡി എഫ് തൻ്റെ സോളുമായിട്ട് കണക്റ്റ് ആകുന്ന ഡിവൈൻ ടൈമിൽ ആ സംശയങ്ങൾക്കുള്ള ഉത്തരമെല്ലാം കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടുമ്പോൾ അവർ ഈ ബന്ധത്തെ കൂടുതൽ വിശ്വസിക്കുമായിരുന്നു. അവരുടെ ഉള്ളിൽ എപ്പോഴും ആരോ പറഞ്ഞുകൊണ്ടിരിക്കും, തൻ്റെ ആൾ വരും വരും എന്നുള്ള ഒരു പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. ആ ഡി എഫ് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ ആ ആൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഒരിക്കലും താൻ ഇഷ്ടപ്പെടുന്ന ആളെ ഫോളോ ചെയ്യാനോ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താനോ അവൾ പോയിരുന്നില്ല ഒരിക്കലും. അവൾക്കറിയില്ല ആത്മാവ് എന്താണെന്നോ, സിങ്ക്രണസിറ്റീസ്, ഇന്നർ വർക്ക്, യൂണിയൻ, ഇതൊക്കെ എന്താണെന്നൊന്നും അവൾക്ക് അറിയില്ല. അവളെ ഗൈഡ് ചെയ്യാൻ ഈശ്വരനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. നമുക്കിതെല്ലാം അറിയാം അല്ലേ. നമുക്കും ഗൈഡൻസ് ഒരുപാടിടത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലേ. ആത്മാവ് എന്താണെന്നറിയാത്ത ആ ഡി എഫ് എങ്ങനെയായിരുന്നു തൻ്റെ സോളുമായിട്ട് കണക്റ്റ് ആയത്? പറയാം. ഇനി ഒരിക്കലും താൻ ഇഷ്ടപ്പെടുന്ന ആൾ തിരിച്ചു വരില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആ ഡി എഫ് കരഞ്ഞ് തളർന്ന് അവസാനം ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്നു. ഈശ്വരന് മുന്നിൽ ഒരുപാട് കരയുന്നു. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് എന്തിനാ ഈ ജീവിതം? കുറേ നാൾ മറ്റുള്ളവരിൽ നിന്നും എല്ലാ തരത്തിലും അവൾ ഒറ്റപ്പെടുന്നു. ഈശ്വര നാമം മാത്രം ജപിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് സ്വയമേ ഒരു തോന്നൽ വരുന്നു. നീ എന്തിനാ വിഷമിക്കണേ? നീ ആത്മാർത്ഥമായി സ്നേഹിച്ചയാൾ നിന്നെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ആ ആൾ നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഡി എഫിന് ഒരുപാട് ഹാപ്പിനെസ് സ്വയം തോന്നുന്നു. അവൾ ഈശ്വരനോട് നന്ദി പറയുന്നു. ഇങ്ങനെ അവളിൽ ഉണ്ടായ തോന്നൽ, തൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആ തോന്നൽ, അതെന്താണ്? അത് തൻ്റെ സോൾ തന്നോട് സംസാരിച്ചതാണെന്ന് അവൾക്ക് അറിയില്ല. അവൾ കൂടുതൽ ഒറ്റപ്പെട്ട് ഈശ്വരനോട് അടുക്കും തോറും ആ തോന്നലുകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വയം ഹാപ്പിനെസ് അവൾ ഫീൽ ചെയ്യുന്നു. അപ്പോഴും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഡി എഫ് അറിയാതെ തന്നെ തൻ്റെ സോളുമായിട്ട് കണക്റ്റ് ആകുന്നു. എപ്പോഴും ഈശ്വരനോടും എല്ലാത്തിനോടും താങ്ക്ഫുള്ളായി മാറുകയും ചെയ്യുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇണക്കിളികളെയും ഇണപ്പൂമ്പാറ്റകളെയും സന്തോഷമുള്ള ദമ്പതികളെയൊക്കെ കാണുമ്പോൾ അവൾ ചിന്തിക്കും. എന്ത് ചിന്തിക്കും? അത് ഞാനും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണെന്ന് ചിന്തിക്കും. ഇവിടെ ഹാപ്പിനെസ് അവൾ ഫീൽ ചെയ്യുകയാണ്. അങ്ങനെ അവർ അറിയാതെ തന്നെ സിങ്ക്രണസിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഓക്കെ. ഇനി എങ്ങനെയാണ് ആ ഡി എഫ് ഇന്നർ വർക്കിലേക്ക് തിരിയുന്നത്? താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെ വിട്ടു പോയി, ഇനി വരില്ല, എവിടെയായിരുന്നാലും സന്തോഷമായിരുന്നോട്ടെ, അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും എന്നൊക്കെയുള്ള ചിന്തയിലൂടെ ആ ഡി എഫ് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശ്വരനാമം മാത്രം ജപിച്ച് മറ്റുള്ളവരോട് അധികം കോണ്ടാക്റ്റ് ചെയ്യാതെ കണ്ണുകൾ അടച്ചിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് സമാധാനവും ആത്മസംതൃപ്തിയും സന്തോഷമൊക്കെയാണ് കിട്ടുന്നത്. സോ അവൾ അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു.
അവൾ അറിയുന്നില്ല അവൾ ചെയ്യുന്നത് മെഡിറ്റേഷനും ചക്ര ഹീലിങ്ങും ഒക്കെ ആണെന്ന്. അതുപോലെ ഈശ്വരനോട് ഒരുപാട് അടുക്കുന്ന എല്ലാവർക്കും പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ കഴിയൂ, എല്ലാത്തിനോടും സ്നേഹത്തോടെ മാത്രമേ പെരുമാറാനും കഴിയൂ. അവളും ഇങ്ങനെയായി മാറുന്നു. ഓക്കെ, അവൾ അറിയാതെ ചെയ്യുന്ന മെഡിറ്റേഷൻ, ചക്ര ഹീലിംഗ്, ഇതിലൂടെയൊക്കെ ഹീലിംഗ് പൂർണ്ണമായിട്ട് നടന്നു കഴിഞ്ഞ് അവളുടെയും അവൾ ഇഷ്ടപ്പെടുന്ന ആളുടെയും ആത്മാവുകൾ തമ്മിൽ യൂണിയനിലാകുന്നു. യൂണിയൻ എന്താണെന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ യൂണിയനിലാകുമ്പോൾ രണ്ടാൾക്കും ആത്മസംതൃപ്തി, ഞങ്ങൾ ഒന്നാണ് എന്നൊക്കെയുള്ളൊരു ഫീൽ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത് ഈ ഒരു ജേർണി പോയിരുന്നത്. ഓക്കെ, പിന്നെ ചിലർക്ക് യൂണിയൻ ഉണ്ടാകാൻ താമസിക്കും. അതെന്താന്ന് വെച്ചാൽ ആ DFന് അറിയില്ലല്ലോ, ഇന്നർ വർക്കിൻ്റെ ഡീപ്നെസ് കൂട്ടിയാലേ യൂണിയൻ നടക്കുള്ളൂ എന്നൊന്നും അറിയില്ലല്ലോ. അവർക്ക് പറ്റുന്ന പോലെയൊക്കെ ധ്യാനിക്കാൻ ശ്രമിക്കും, അവരുടെ സാഹചര്യം അനുസരിച്ച്. മനസ്സിലായോ? അതുകൊണ്ട് അവരുടെ യൂണിയൻ സംഭവിക്കാനും താമസിക്കും, വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.